DJI OM4 മൊബൈൽ വീഡിയോഗ്രാഫിയിൽ ഒരു ഗിംബലിൻ്റെ പ്രാധാന്യം എന്താണെന്നൊരു പക്ഷേ നമ്മളിൽ പലർക്കും അറിയാം. ഷെയ്ക്ക് ആവാതെ വളരെ സ്മൂത്തായും സ്റ്റഡിയായും ഒരു വീഡിയോ എടുക്കുന്നതിന് ഗിംബൽ നമ്മളെ വളരെ സഹായിക്കും. സൂപ്പർ ആക്യുറേറ്റ് ആക്റ്റീവ് ട്രാക്കിംഗ്, ജസ്റ്റർ കൺട്രോൾ, സ്പിൻ ഷോട്ട്, ഡൈനാമിക് സൂമിംഗ്, സ്റ്റോറി മോഡ്സ് തുടങ്ങി നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് തരുന്ന നല്ല കിഡിലൻ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് DJI ഈ ഗിംബൽ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കോക്ടെയിൽ ഫ്രെയിംസിൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും കോക്ടെയിൽ ഫ്രെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ഗിംബലിനോടൊപ്പം കിട്ടിയിരിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒരു C ടൈപ്പ് ചാർജിങ് കേബിള്, മറ്റൊന്നൊരു ഗ്രിപ്പ് ട്രൈപോഡ്, പെർമനൻ്റ് ആയിട്ട് ഫോൺ ഗിംബലിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു മാഗ്നറ്റിക് റിംഗ് മൗണ്ട്, ഇത് അറ്റാച്ചിങ് അലൈൻമെൻറ്റ് ഗൈഡാണ്. മറ്റൊന്ന് ടെമ്പററി ആയിട്ട് ഫോൺ ഗിംബലിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ക്ലാമ്പ്, ഇത് ആക്സസറീസൊക്കെ നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു ചെറിയ ബാഗ്, ഇതൊരു എക്സ്ട്രാ സേഫ്റ്റി ടൈ, പിന്നെ അതിൻ്റെ ഗൈഡ് മാനുവൽ. ഫൈനലി നമ്മുടെ OM4 ഗിംബൽ. ഫോണിലെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗിംബൽ യൂസ് ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് ഫോണിൽ നമുക്ക് DJI Mimo എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരുപോലെ ലഭ്യമാണ്. ഇനി നമുക്ക് മാഗ്നറ്റിക് മൗണ്ട് ഉപയോഗിച്ച് ഫോൺ ഗിംബലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാഗ്നറ്റിക് മൗണ്ടിലുള്ള ക്യാമറയുടെ സിമ്പിൾ മുകളിലേക്ക് വരുന്നത് പോലെ വേണം നമ്മൾ ഫോണിൽ ഇത് അറ്റാച്ച് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഫോൺ ഗിംബലുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ബട്ടൺ ഫങ്ഷൻസ് നോക്കാം. നമ്മൾ ഗിംബൽ സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനും M ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതിയാവും. M ബട്ടണിൽ വൺസ് പ്രസ് ചെയ്താൽ വീഡിയോ മോഡിൽ നിന്ന് ഫോട്ടോ മോഡിലേക്കും, തിരിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഫോട്ടോ മോഡിൽ നിന്ന് വീഡിയോ മോഡിലേക്കും ചേഞ്ച് ആവും. M ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ പോർട്രേറ്റ് മോഡിൽ നിന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലേക്കും, തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ നിന്ന് പോർട്രേറ്റിലേക്കാക്കാൻ ഡബിൾ ടാപ്പ് ഒന്നുകൂടെ ചെയ്യുക. മറ്റൊന്ന് ഷട്ടർ ബട്ടണാണ്. ഷട്ടർ ബട്ടണിൽ നമ്മൾ വീഡിയോ മോഡിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഫോട്ടോ മോഡിൽ ഫോട്ടോ എടുക്കാനും ഈ ഷട്ടർ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ബസ് ഷോട്ടുകൾ എടുക്കാനും ഈ ഷട്ടർ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ മോഡിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു പ്രത്യേക ആക്ഷൻ്റെ അടുപ്പിച്ചുള്ള ഇമേജസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഷട്ടർ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് ജോയ്സ്റ്റിക്ക് ഫംഗ്ഷനാണ്. ജോയ്സ്റ്റിക്ക് ബട്ടണിൽ നമുക്ക് പാൻ ചെയ്യാനും ടിൽറ്റ് അപ്പ് ചെയ്യാനും ടിൽറ്റ് ഡൗൺ ചെയ്യാനും നമ്മൾ ജോയ്സ്റ്റിക്ക് ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ സൈഡിൽ സൂം ചെയ്യുന്നതിന് സൂം ഔട്ട് ചെയ്യുന്നതിനുള്ള ഒരു ബട്ടണുണ്ട്. അതുകൂടാതെ ബാക്കിൽ ട്രിഗർ ബട്ടണുണ്ട്. നമുക്ക് ഗ്രൗണ്ടിൽ നിന്നൊരു ലോ ആംഗിൾ ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് നമ്മൾ ഈ ട്രിഗർ ബട്ടണിൽ വൺസ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പതിയെ ഗിംബൽ താത്തിയാൽ ക്യാമറ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് താഴേക്ക് വരത്തില്ല. നമുക്ക് ഈ ഒരു ആംഗിളിൽ പിടിച്ചുകൊണ്ട് ലോ ആംഗിളിലുള്ള ഒരു ഷോട്ടൊക്കെ എടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. മറ്റൊരു മെയിൻ ഫീച്ചറാണ് ഇതിലെ സ്പോട്ട് മോഡ് എന്ന് പറയുന്നത്. സ്പോട്ട് മോഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ പെട്ടെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാമറ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ ഇവർ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ട്രിഗർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് വീണ്ടും സെക്കൻഡ് പ്രസ്സിൽ അത് പ്രസ് ചെയ്ത് പിടിക്കുക. അത് റിലീസ് ചെയ്യാതെ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമറ ചലിപ്പിക്കുന്നത് അതിലേക്ക് പെട്ടെന്ന് തന്നെ അത് മൂവായി വരും. മറ്റൊന്ന്, ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ നിന്ന് സെൽഫി മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഈ ട്രിഗർ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 3 തവണ ട്രിഗർ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ ബാക്ക് ക്യാമറയിൽ നിന്ന് സെൽഫി മോഡിലേക്ക്, തിരിച്ച് സെൽഫി മോഡിൽ നിന്ന് ബാക്ക് ക്യാമറയിലേക്ക് പോകാനായിട്ട് 3 തവണ ഒന്നുകൂടി പ്രസ് ചെയ്താൽ തിരിച്ച് ബാക്ക് ക്യാമറയിലേക്ക് പോകും. മറ്റൊന്ന്, ഷൂട്ട് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ക്യാമറ ആംഗിൾ മാറി എവിടേക്കെങ്കിലും തിരിഞ്ഞിരുന്നാൽ അതിനെ റീസെറ്റ് ചെയ്യാനും ഈ ട്രിഗർ ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ട്രിഗർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ വീണ്ടും തിരിച്ചു വന്ന പഴയ മോഡിൽ വന്ന് നിൽക്കും. ജസ്റ്റർ കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന പാം സൈനിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റർ കൺട്രോൾ ഓൺ ആക്കുക. അതിനുശേഷം നമ്മൾ കൈപ്പത്തി അല്ലെങ്കിൽ V സൈൻ കാണിച്ചാൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചർ ആവും. ട്രാക്ക് ചെയ്യേണ്ട ഫേസിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ സ്ക്രീനിൽ ഡ്രാഗ് ചെയ്താൽ ട്രാക്കിംഗ് ആക്ടിവേറ്റ് ആയി. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഗിംബൽ ഓട്ടോമാറ്റിക്കലി മൂവ് ആയിക്കോളും. ഡൈനാമിക് സൂമിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, മൂവ് ഔട്ട് അല്ലെങ്കിൽ മൂവ് ഇൻ. സൂം ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം സാവധാനം പിന്നിലേക്കോ മുന്നിലേക്കോ മാറിയാൽ ഫൈനൽ ഔട്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു വെർട്ടിഗോ എഫക്റ്റ് നമുക്ക് ലഭിക്കും. പാനോറമിക് ഫോട്ടോസ് എടുക്കുന്നതിനാണ് നമ്മൾ പാനോ മോഡ് യൂസ് ചെയ്യുന്നത്. ഗിംബൽ ഒരു ട്രൈപോഡിൽ ഉറപ്പിച്ച് പാനോ മോഡ് സെലക്ട് ചെയ്താൽ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ 7 അല്ലെങ്കിൽ 9 വ്യത്യസ്ത ചിത്രങ്ങൾ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ ഔട്ടിൽ ഒറ്റ ഫോട്ടോയായി നമുക്ക് ലഭിക്കും. മറ്റൊന്ന് പാനോ മോഡിലെ ക്ലോൺ മീ എന്ന ഓപ്ഷനാണ്. ഇതിൽ ഇമേജസ് ടൈമർ ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാവന അനുസരിച്ച് എടുക്കുന്ന വ്യത്യസ്തമായ ഫോട്ടോസ് ഒന്നിച്ച് ചേർത്ത് ഫൈനൽ ഔട്ടിൽ ഒറ്റ ഇമേജായി ലഭിക്കും.
സ്റ്റോറി മോഡിൽ 30 സെക്കൻഡ് വരെയുള്ള കിടിലൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കുറേയേറെ ടെംപ്ലേറ്റ്സുകൾ നമുക്കിതിൽ ലഭ്യമാണ്. ആവശ്യമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ പല സെഗ്മെൻറ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആ രീതിയിൽ ഷൂട്ട് ചെയ്താൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് DJI മിമോ തന്നെ നമുക്ക് ഫൈനൽ ഔട്ട് നൽകും. നമ്മൾ മിമോ ആപ്പിലെ സെറ്റിംഗ്സിൽ പോയി ഫോളോ മോഡ് ചേഞ്ച് ചെയ്ത് സ്പിൻ ഷോട്ട് ആക്കിയാൽ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ഫോൺ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ല സ്പിൻ ഷോട്ടുകൾ എടുക്കാൻ പറ്റും. ഈ ഗിംബൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ചെല്ലാനം ഹാർബറിൻ്റെ സിനിമാറ്റിക് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ദയവായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കോക്ടെയിൽ ഫ്രെയിംസിൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ഉടനടി ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെയും ബൈ.